നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആർ ശ്രീലേഖ IPS മുൻ IPS ഉദ്യോഗസ്ഥ കൂടിയായ ആർ ശ്രീലേഖ ഈ മത്സരിക്കാനായി ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ആവേശമായിരുന്നു. മിന്നും വിജയം തന്നെയാണ് ശാസ്തമംഗലം മണ്ഡലത്തിൽ നിന്നും ഇപ്പോൾ നമ്മുടെ ശ്രീലേഖ കരസ്ഥമാക്കിയത്. അന്ന് മുതൽ ഇന്ന് വരെ അവരൊരു മേയർ സ്ഥാനാർത്ഥിയാണ്, മേയർ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, മേയർ ആകും എന്ന് പോലും പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്തെ മേയർ ആർ ശ്രീലേഖ തന്നെ എന്ന് ഉറപ്പിച്ച നിമിഷമാണ് RSSന്റെ നിർണായക ഇടപെടലിനോടുകൂടി കാര്യങ്ങൾ മാറി മറിഞ്ഞ് VV രാജേഷിലേക്ക് പേര് എത്തുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ആർ ശ്രീലേഖയ്ക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ്. അവർ ആ ബുദ്ധിമുട്ട് അവരുടെ പല പ്രവർത്തനങ്ങളിലൂടെ അവർ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നീക്കത്തിൽ തന്നെയാണ് ആർ ശ്രീലേഖ കൃത്യമായ ഒരു അഭിപ്രായം പറയാൻ ഇടയുള്ളത്. അതായത് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ആർ ശ്രീലേഖ പറയുന്നത് തന്നെ മേയറാക്കാൻ എന്ന് തന്നെയാണ് ഇവർ വിചാരിച്ചിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു അഭിപ്രായങ്ങൾ പലയിടങ്ങളിലും ചർച്ചയിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോഴിതാ നിയമസഭയിലേക്ക് ശ്രീലേഖ മത്സരിക്കും എന്നൊരു നീക്കമുണ്ടായത്. BJP പ്രത്യേകം എടുത്ത് ഉയർത്തുന്ന ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് ആർ ശ്രീലേഖ. തിരുവനന്തപുരം സെൻട്രലിൽ ആർ ശ്രീലേഖ മത്സരിക്കും എന്ന് പറയുകയുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ അഭിമുഖത്തിൽ ആർ ശ്രീലേഖ പറയുന്നു, ആരും പേടിക്കേണ്ട, ഞാൻ മത്സരിക്കില്ല എന്നുള്ളതാണ്. ആരും അതിനെക്കുറിച്ച് ഭയപ്പെടേ വേണ്ട, ഞാൻ മത്സരിക്കാൻ പോകുന്നില്ല, ഇനി ആര് പറഞ്ഞാലും ഞാൻ മത്സരിക്കില്ല എന്ന് വ്യക്തമാകുന്ന സാഹചര്യം ശ്രീലേഖ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിലാണ് ശ്രീലേഖ ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ BJP തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക പുറത്തിറക്കിയിരുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ തിരുവനന്തപുരം സെൻട്രലിൽ ആർ ശ്രീലേഖയും യൂർക്കാവിൽ K സുരേന്ദ്രനും അങ്ങനെ ഒരു പട്ടിക ഒരു യോഗത്തിന് ശേഷം BJPയിൽ നിന്നുമൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് ലഭിക്കുകയുണ്ടായിരുന്നു. ആദ്യം മേയർ ആകുമെന്ന് പറഞ്ഞിരുന്നു, മേയർ ആയിരുന്നില്ല. എന്നാൽ പിന്നീട് വട്ടിയൂർക്കാവിലേക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ട്, ആർ ശ്രീലേഖ വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവിടെയും ശ്രീലേഖ മത്സരിക്കുന്നില്ല, പകരം തിരുവനന്തപുരം സെൻട്രലിൽ തന്നെ മത്സരിക്കുമെന്ന് പറയുന്നു. എന്നാൽ ശ്രീലേഖ ഇപ്പോൾ പറയുന്നു, താൻ മത്സരിക്കില്ല, ഇനി ആര് പറഞ്ഞാലും താൻ മത്സരിക്കില്ല, ഈ 5 വർഷവും തനിക്ക് കൗൺസിലറായി ഇരിക്കാൻ തന്നെയാണ് താല്പര്യമെന്ന് പറയുന്നു. മാത്രമല്ല VV രാജേഷിനെ മേയറാക്കുകയും ആർ ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയറാക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഡെപ്യൂട്ടി മേയർ ആകാൻ താല്പര്യമില്ല എന്ന് നേരത്തെ തന്നെ കൃത്യമായി തന്നെ അവർ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഡെപ്യൂട്ടി മേയർ ആകുന്നില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് മറ്റൊരു ഡെപ്യൂട്ടി മേയർ എടുക്കുന്നത്, ആശാ ഗോപിനാഥിനെയൊക്കെ തന്നെ എടുക്കുന്നത്. എന്തായാലും ഈ ശ്രീലേഖ ഇപ്പോൾ BJPക്ക് അല്ലെങ്കിൽ ശ്രീലേഖ നല്ലൊരു ഓപ്പണിംഗ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. കാരണം ഈ കൗൺസിലർമാരുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രശാന്ത് MLAയുമായി തർക്കമുണ്ടാവുകയും പല കണക്കുകളിലേക്കും പല ഈ കൊള്ളത്തരങ്ങളിലേക്കും ഒക്കെ തന്നെ അന്വേഷണം വിരൽ ചൂണ്ടുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് ആ ശ്രീലേഖ നല്ലൊരു ഓപ്പണിങ്ങിലാണ് ഇറങ്ങിയതെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ആ ശ്രീലേഖ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ജയിക്കാനുള്ള വിജയസാധ്യത വളരെ കൂടുതലാണ്. അന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷം VV രാജേഷിന്റെ സത്യപ്രതിജ്ഞ നടക്കുന്ന വേളയിൽ ആ ശ്രീലേഖ പകുതി വെച്ച് തന്നെ ആ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടം മുതൽ തന്നെ ശ്രീലേഖയ്ക്ക് ഒരു അതൃപ്തി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ സത്യപ്രതിജ്ഞയ്ക്കും പ്രസ് മീറ്റിനും ഒക്കെ ശേഷം അന്ന് വൈകുന്നേരം തന്നെ ആർ ശ്രീലേഖയെ വീട്ടിൽ പോയി സന്ദർശിക്കുകയുണ്ടായിരുന്നു, മേയറും ഡെപ്യൂട്ടി മേയറും. അതിനുശേഷം പറഞ്ഞത്, ആർ ശ്രീലേഖയും ഞങ്ങളും തമ്മിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമോ പിണക്കമോ ഇല്ല, ഞങ്ങൾ ഒന്നിച്ചാണ് തീരുമാനങ്ങൾ എടുത്തത്, ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് പിരിയുന്നത് എന്നുള്ളതാണ്, മറ്റെല്ലാം മാധ്യമ സൃഷ്ടി എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ആ ശ്രീലേഖ ഇപ്പോൾ BJPക്ക് തലവേദനയായി മാറുന്നു, തുറന്നടിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ്. ഇനി BJPയുടെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് കാത്തിരുന്നതാണ്.